യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളെ സമ്മർദ്ദപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കേട്ട ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ബലം ഉളവാക്കാതെ വണ്ണം അല്ലെങ്കിൽ 100 മേനി ബലം കൊയ്യുന്ന വിധത്തിലേക്ക് അത് വരാതാകുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ സാഹചര്യങ്ങളിലും ദൈവവചനത്തോടൊപ്പം ചലിക്കാൻ കഴിയുന്നത്? നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ എങ്ങനെ എനിക്ക് ആ പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് ദൈവത്തോടൊപ്പമായിരിക്കാനായി കഴിയും? ദൈവവചനം പറയുന്നു, ഞാൻ കേട്ട ദൈവവചനത്തെ അല്ലെങ്കിൽ ഞാൻ കേട്ട ദൈവവചനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുക. ഞാൻ കേട്ട ദൈവവചനം കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നുവെങ്കിൽ, അതിനെ ഞാൻ കൺഫസ് ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ലൈഫ് മാറുന്നത് എനിക്ക് കാണാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ കൃപയിൽ, കർത്താവിൻ്റെ അനുഭവത്തിലായിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നീ കേട്ട വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. ദൈവവചനത്തില് വിശ്വാസ വീരന്മാരെ കുറിച്ച് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, അവർ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അവരെ ഭരിച്ചിരുന്നത് വിശ്വാസമായിരുന്നു. അവർ ദീർഘക്ഷമയോടെ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. അവരോട് പറഞ്ഞ ദൈവശബ്ദം അതൊരു പടി പോലും മാറാതെ അവർ അത് അനുസരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അതാണ് നിന്റെ ലൈഫിലെ അനുഗ്രഹം എന്ന് പറഞ്ഞേ. പക്ഷേ നമ്മള് ഭയമുള്ളവരാ. നമുക്കെങ്ങനെയാ കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ ഭയത്തോടെയാ പലതിനെയും കാണുന്നത്. നമ്മൾ ഓടുന്നതും ഉറക്കളയ്ക്കുന്നതും ക്ഷീണിക്കുന്നതും എല്ലാം ജീവിതത്തെ മുൻപോട്ട് പോകാൻ ഭയത്തോടെ അല്ലെങ്കിൽ ആ ഭയം കാരണം ഓടുകയാ. എല്ലാ കാര്യങ്ങളും നടക്കണം, ഓടണം, പോകണം. പക്ഷേ അവനാണ് എന്നെ ഉറപ്പോടെ നിർത്തുന്നത്. എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാൻ പോലും ഇടയാകാതെ എന്നെ ഉറപ്പോടെ നിർത്തുന്നത് അവനാണ്. അവനാ എന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ദൈവവചനത്തെ മുറുകെ പിടിച്ചാൽ മാത്രം മതി, ഞാൻ വാഗ്ദത്തങ്ങളെ അനുഭവിക്കും എന്ന് പറഞ്ഞേ. ദൈവവചനത്തെ മുറുകെ പിടിച്ചാൽ മാത്രം മതി, ഞാൻ വാഗ്ദത്തങ്ങളെ അനുഭവിക്കും. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അത് നിവർത്തിപ്പാൻ അവന് ഇഷ്ടമായിരുന്നു. അതവന് കൊടുക്കണമെന്ന് അവന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തത്. ഈ സത്യം എൻ്റെ മേലും വന്നിരിക്കുന്നത് എനിക്കത് തരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ടാ. പക്ഷേ ഞാൻ അതിൽ വിശ്വസിച്ചില്ല, ഞാൻ ക്ഷമയോടെ കാത്തിരുന്നില്ല, എൻ്റെ ജീവിതത്തിൽ സഹിഷ്ണുതയുണ്ടായില്ല, ഞാൻ അതിനെ മുറുകെ പിടിച്ചില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ അതിനെ മിസ് ചെയ്തത്. എന്ന് പറഞ്ഞ കേട്ട വാഗ്ദത്തത്തെ
മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണം. അടുത്ത വാക്യം എഴുതിയിരിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രഹാം ദീർഘക്ഷമയോടിരുന്ന് തന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അനുഭവിച്ചു. അവൻ ദീർഘക്ഷമയോടിരുന്ന് അടുത്തിരിക്കുന്ന ആളുടെ കൈകൊടുത്തിട്ട് പറഞ്ഞേ, ദീർഘക്ഷമയും സഹിഷ്ണുതയും നിന്റെ ലൈഫിലുണ്ടാകണം. നീ ഫലങ്ങളെ പുറപ്പെടുവിക്കും. ഫ്രൂട്ട്സിനെ ബെയർ ചെയ്യും, ഫലങ്ങളെ പുറപ്പെടുവിക്കും. നിന്റെ ജീവിതം മുഴുവൻ ഫലമുള്ളതാക്കും. ഒരു വാഗ്ദത്തം പോലും നീ മിസ് ചെയ്യത്തില്ല. ഒരു വാഗ്ദത്തം പോലും നിന്റെ ജീവിതത്തിൽ നീ നഷ്ടമാക്കത്തില്ല. നീ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അതിനെ ഹോൾഡ് ചെയ്താട്ടെ. ദൈവജനത്തെ ഹോൾഡ് ചെയ്താട്ടെ. എൻ്റെ കാൽ കല്ലിൽ തട്ടാതെ ദൈവജനത്തെ ഹോൾഡ് ചെയ്താട്ടെ. അവനാ നിന്നെ പിടിച്ചിരിക്കുന്നത്. നീ ദൈവജനത്തെ മുറുകെ പിടിച്ചാൽ മാത്രം മതി. നീ ചിലത് കാണാൻ പോകുകയാണ്. സഹിഷ്ണുതയോടെ കാത്തിരുന്നാട്ടെ, ക്ഷമയോടെ അതിനെ ഹോൾഡ് ചെയ്താട്ടെ. നീ കാണാൻ പോകുന്ന അത്ഭുതത്തെ മറ്റുള്ളവർ കണ്ടിട്ട് പറയും, അയ്യോ ഇവൻ എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഇവൻ ബലമുള്ള ഒന്നിലാണല്ലോ ആശ്രയിച്ചിരിക്കുന്നത്. ഇവന്റെ ഗോപുരത്തെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ലല്ലോ. അയ്യോ ഇവൻ ആശ്രയിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെയാണല്ലോ, സർവശക്തനെയാണല്ലോ ഇവൻ ആശ്രയിച്ചിരിക്കുന്നത്. എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ എന്നെ കരുതുന്നവനാണ്. എന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ സൂക്ഷിക്കും ദൈവം. ഓ എന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ സൂക്ഷിക്കും ദൈവം. ഒരു പാപയും എന്റെ കൂടാരത്തിൽ അടുക്കാതെ സൂക്ഷിക്കും ദൈവം. ഓ ഒരു പാപയും എന്റെ കൂടാരത്തിൽ അടുക്കാതെ സൂക്ഷിക്കും ദൈവം. എന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ സൂക്ഷിക്കും ദൈവം. എന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ സൂക്ഷിക്കും ദൈവം. ഒരു പാതയും എന്റെ കൂടാരത്തിൽ അടുക്കാതെ സൂക്ഷിക്കും ദൈവം. ഒരു പാതയും എന്റെ കൂടാരത്തിൽ അടുക്കാതെ സൂക്ഷിക്കും ദൈവം. ഓ രാജാക്കന്മാരുടെ രാജാവ്, സ്വർഗീയ സൈന്യത്തിൻ നാഥനവൻ. രാജാക്കന്മാരുടെ രാജാവ്, സ്വർഗീയ സൈന്യത്തിൻ നാഥനവൻ. അതിനാൽ ഞാൻ ഭയപ്പെടില്ല, 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 അതിനാൽ ഞാൻ ഭയപ്പെടില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് പറഞ്ഞേ, ഒരു സാഹചര്യവും നിന്നെ ഇല്ലാതാക്കത്തില്ല. ഒരു പ്രശ്നങ്ങളും നിന്റെ മുകളിൽ കവിയത്തില്ല. ആമീൻ. കാരണം നീ വാഗ്ദത്ത സന്തതിയാണ്. നിന്നെ കുറിച്ച് 1000 വാഗ്ദത്തങ്ങളെ ദൈവം തന്നിരിക്കുകയാണ്. അതിലോട്ടാണ് നിന്നെ അവൻ കൊണ്ടുപോകുന്നത്. നീ അതിന് ചെയ്യേണ്ടത് ആ വചനത്തെ മുറുകെ പിടിച്ചാൽ മാത്രം മതി. ഇരുന്നാട്ടെ, നമുക്ക് ദൈവജനത്തിലെ ഇയ്യോബിനെ കാണാം. ഇയ്യോബിൻ്റെ ഭാര്യ പറയുന്ന വാക്കുകൾ നമുക്കറിയാമല്ലേ, നെഗറ്റീവ് വാക്കുകളാ. പക്ഷെ അത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. അതെന്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു? നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ആളുകൾ കാണാം. നമ്മുടെ വീട്ടിലുള്ളവരും കാണാം, നാട്ടിലുള്ളവരും കാണാം, സ്നേഹിക്കുന്നവരും ബന്ധുക്കളും ഒക്കെ കാണാം. അവർ നമ്മളോട് പറയുന്നത് ഇതേപോലത്തെ വാക്കുകളാണ്, ഇതേപോലത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ചിലതിനെ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങൾ എന്നെ താഴോട്ട് കൊണ്ടുപോവുകയല്ല, അതെന്നെ ബലമുള്ള ഒന്നാക്കിയാണ് ചെയ്യുന്നത്. നമ്മൾ ലോകത്തിൽ പറയാറുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന്. നിന്നു മുമ്പിൽ പാറ പോലെ ഒന്ന് വന്ന് നിന്നാലും നീ കുലുങ്ങത്തില്ല. ഒരു വലിയ
മല്ലൻ വന്ന് ദാവീദിന് മുമ്പിൽ നിന്നപ്പോൾ ദാവീദ് പറഞ്ഞ്, അയ്യോ ഇവനെ ഞാനിപ്പോൾ കൊന്നു തരാമെന്ന് പറഞ്ഞു. ഒരു സൈന്യം മുഴുവൻ പേടിച്ച് മാറി നിൽക്കുകയാ. ഒരു പ്രശ്നവും നിന്നെ ഇല്ലാതാക്കത്തില്ല. നിന്നെ മുൻപിൽ വരുന്ന പ്രശ്നത്തെ നോക്കിയിട്ട് അയ്യോ ഇത് ഇത്ര ചെറുതാന്ന് പറയുന്ന വിധത്തിൽ അവൻ നിന്നെ ബലമുള്ളതാക്കുക. ഓരോ പ്രശ്നവും ഫേസ് ചെയ്യുമ്പോൾ, ഓരോ സാഹചര്യവും മുൻപിൽ വരുമ്പോൾ കർത്താവ് ചിലത് നിന്നോട് സംസാരിക്കുക. ഏട്ടൻ ഇവിടെ നിന്ന് ധൈര്യത്തോടെ പറയാറുണ്ട്, ഒരു പ്രശ്നവും എന്നെ കുലുക്കത്തില്ല എന്ന്. കാരണം എന്താ? ഓരോ പ്രശ്നവും ഫേസ് ചെയ്യുമ്പം ദൈവം ചെയ്യുന്നത് കണ്ടു, കർത്താവിൽ നിന്ന് കേട്ടു, അതിനെ ഫേസ് ചെയ്തു, അതിൽ മുൻപോട്ട് പോയി. ലോകപ്രകാരമാണെങ്കിലും വിശ്വാസപ്രകാരമാണെങ്കിലും ഉയർച്ചയിലെത്തിയ ചിലർ പറയുന്ന സാക്ഷ്യമുണ്ട്, ഞാൻ പട്ടുമെത്ത വിരിച്ച് അതിന് മുകളിലൂടെ നടന്നല്ല ഇവിടെ വന്നത്, കുറേ പടികൾ ചവിട്ടിയാണ് ഞാൻ ഇവിടെ വന്നത്, കുറേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്താ ഇവിടെ വന്നത്. ഓരോ പ്രശ്നവും നീ എങ്ങനെയാണ് കാണുന്നത്? നീ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്? ദൈവവചനത്തെ മുറുകെ പിടിച്ചാട്ടെ, അതിനെ ടൈറ്റായി ഹോൾഡ് ചെയ്താട്ടെ. നിന്റെ ചുറ്റുപാടും പലരും നിന്നോട് പലതും പറയും, അതായിരിക്കരുത് നിന്റെ ഉള്ളിൽ മുളയ്ക്കുന്നത്. അതിനെ മുളപ്പിക്കുവാൻ അനുവദിക്കരുത്. കേട്ട ദൈവവചനം മുളച്ചു വരട്ടെ, അത് മുളച്ചു വരട്ടെ, അത് നിന്നിൽ പൊങ്ങി വരട്ടെ, അത് നിന്നിൽ പൊങ്ങി വരട്ടെ. സഹിഷ്ണുതയോടെ അതിനെ ഏറ്റുപറഞ്ഞാട്ടെ, ക്ഷമയോടെ അതിനെ ഏറ്റുപറഞ്ഞാട്ടെ. ഒരു വാക്യത്തിലേക്കും കൂടെ നമുക്ക് വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അടുത്ത വാക്യം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അവിടെ എഴുതിയിരിക്കുകയാണ് ഫിയർലെസ് കോൺഫിഡൻസ്, ഭയമില്ലാത്ത ധൈര്യത്തോടെ നിങ്ങളവിടെ ആയിരുന്നാട്ടെ. നിന്റെ മുൻപിൽ വരുന്ന പ്രശ്നത്തെ ഭയമില്ലാതെ ധൈര്യത്തോടെ നീ അതിനെ ഫേസ് ചെയ്താട്ടെ. നീ അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ വലിയൊരു പ്രതിഫലം അവിടെ എഴുതിയിരിക്കുകയാണ്, ഗ്രേറ്റ് ആൻഡ് ഗ്ലോറിയസ് കോമ്പൻസേഷൻ ഓഫ് റിവാർഡ്. അത് നിന്നെ കാത്തിരിക്കുകയാണ്. അത് മഹാപ്രതിഫലം എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്. ഒരുവൻ ദൈവവചനത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിന്റെ മുൻപിൽ വരുന്ന പ്രശ്നത്തെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുമ്പോൾ നീ വാഗ്ദത്തങ്ങളെ കാണാൻ പോകുകയാണ്. നീ വാഗ്ദത്തങ്ങളെ കാണാൻ പോകുകയാണ്. അതിലേക്കാണ് നീ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം നീ അനുഭവിക്കണമെങ്കിൽ നീ സഹിഷ്ണുതയോടെ ആയിരുന്നാട്ടെ, സഹിഷ്ണുതയോടെ ദൈവവചനത്തെ ധ്യാനിച്ചാട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാവോ? ക്ഷമയോടെ കൺഫസ് ചെയ്യണം, ദൈവവചനത്തെ കൺഫസ് ചെയ്യണം. സഹിഷ്ണുതയോടെ ദൈവവചനത്തെ കൺഫസ് ചെയ്യണം. പ്രശ്നങ്ങൾ വരുമ്പോൾ മന്ദതയുള്ളവരാകാതെ, ഇന്ന് ക്ഷീണമാണെന്ന് പറയാതെ, അയ്യോ മനസ്സ് മടുത്തു പോയെന്ന് പറയാതെ അതിനെ ഫേസ് ചെയ്യണം. നമ്മുടെ ചുറ്റും പലരും കാണാം, പലതും ഒക്കെ പറഞ്ഞു എന്ന് വരാം. അത് ഞാൻ കേൾക്കേണ്ടതല്ല, അതെന്നിൽ മുളയ്ക്കേണ്ടതല്ല. അതെന്നിൽ മുളച്ചു കഴിഞ്ഞാൽ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ എൻ്റെ ഉള്ളിൽ പാകപ്പെട്ട ദൈവവചനം ഞെരുങ്ങിപ്പോകും. ഞാൻ ധ്യാനിക്കേണ്ട ചിന്തകൾ ദൈവവചനത്തിൽ നിന്നുള്ളതാകണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, കേട്ട ദൈവവചനത്തെ ധ്യാനിക്കണം. കേട്ട ദൈവവചനത്തെ ധ്യാനിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ ലൈഫിലൊരു ശീലമുണ്ടാകണം, ദൈവത്തിൻ്റെ വചനത്തെ കൺഫസ് ചെയ്യുന്നത്. ഞാൻ അതിനോടൊപ്പം മുൻപോട്ട് പോയാൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ അതിനെ കൺഫസ് ചെയ്യും. അതിനാണ് എല്ലാ ദിവസവും ദൈവവചനം വായിക്കണമെന്ന് പറഞ്ഞത്. ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ റെവലേഷൻ ഉണ്ടാകും.
എന്ന് പറഞ്ഞേ റെവലേഷൻ ഉണ്ടാകും. റെവലേഷൻ ഉണ്ടാകും. ആ റെവലേഷനിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടാകും, ഈ കേട്ട ദൈവവചനം എൻ്റെ ലൈഫിൽ നടക്കുമെന്ന്. എന്നാൽ ഒരാൾ പറയുന്നത് കേട്ട്, അയ്യോ ഇവിടെ വരുമ്പോൾ ഇന്നത് കൺഫസ് ചെയ്യാൻ പറഞ്ഞു, ഇത് ചെയ്താൽ അനുഗ്രഹം ഉണ്ടാകും, ഇങ്ങനെ ഞാൻ കൺഫസ് ചെയ്യുന്നുവെങ്കിൽ 10 പ്രാവശ്യം കൺഫസ് ചെയ്ത് കഴിയുമ്പം പറയും, അയ്യോ ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. ദൈവവചനത്തോടൊപ്പം ഇരിക്കണം. അതിൽ നിന്ന് വെളിപ്പാടുകളെ കർത്താവ് തരും. അതിൽ നിന്ന് സംസാരിക്കണം, അതിൽ നിന്ന് ഏറ്റുപറയണം. അതെൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ കാണുവാൻ തക്കവണ്ണം എന്നെ അതിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളെ ദൈവവചനം പറയുന്നത് വാഗ്ദത്ത സന്തതി എന്നാണ്. വാഗ്ദത്തങ്ങളാൽ നിറയപ്പെട്ട ജനം. പ്രവാചകന്മാർ പ്രവചിക്കുക, അയ്യോ ഈ കാലത്തിലായിരിക്കുന്നവർ എത്ര വിശേഷതയുള്ളവരെന്ന്. അവർ പറയുക, അവർക്കെല്ലാം സിമ്പിളായി കർത്താവ് കൊടുത്തുവെന്ന്. യേശു വന്നിട്ട് അവർക്കെല്ലാം എളുപ്പമാക്കി കൊടുത്തു, സിമ്പിളാക്കി കൊടുത്തു, സകലതും അവരുടെ കൈകളിൽ കൊടുത്തു. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും അപ്പൊ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ദൈവിക നന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ടാ കണ്ടിരിക്കുന്നത്. അവരുടെ പടികൾ, അവരുടെ ഗ്രാഫുകൾ മേലോട്ട് മേലോട്ട്. ഹല്ലേലൂയ. തൊടുന്നതിലെല്ലാം ദൈവിക ബ്ലെസ്സിങ്, തൊടുന്നതിലെല്ലാം ദൈവിക അനുഗ്രഹം. ദൈവത്തിൻ്റെ വാസനയുള്ളവരായി, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി, ദൈവജനത്താൽ നിറയപ്പെട്ട് അതിനോട് അലൈൻഡായിരിക്കുന്ന ഒരു ലൈഫ്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവേ, ഈ കേട്ട ഓരോ വ്യക്തികളിലും അത് ചലിക്കട്ടെ അപ്പ. ഇന്നു മുതൽ അവരുടെ ഹൃദയത്തിലെ മുള്ളും പറക്കാരയും എല്ലാം മാറിപ്പോകട്ടെ അപ്പ. പല പല ചിന്തകൾ മാറിപ്പോകട്ടെ. ഇതുവരെ ആയിരുന്നതുപോലെയല്ല, ഇന്നു മുതൽ അവരുടെ മുൻപിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യുന്നത് ദൈവവചനത്തോടൊപ്പമായിരിക്കട്ടെ അപ്പ. ഉറപ്പോടെ ദൈവവചനത്തെ കൺഫസ് ചെയ്തിട്ടെ, വളരെ ധൈര്യത്തോടെ അതിനെ മുറുകെ പിടിക്കട്ടെ, ക്ഷമയോടെ ആ വാഗ്ദത്തത്തിനായി കാത്തിരിക്കട്ടെ അപ്പ. ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കാൻ അനുവദിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഫലത്തെ കൊണ്ടുവരുമാറ്, അല്ലെങ്കിൽ ഫലം ഉളവാക്കുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ, ആ കേട്ട വചനത്തെ ഓരോ ദിവസവും ഞാൻ അതിനെ ധ്യാനിക്കുകയും അതിനോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഓരോ ദിവസവും മേൽക്കുമേൽ ഉയർച്ചയിലേക്ക് വരും. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഒരിക്കലും താഴോട്ട് പോകത്തില്ല, അത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ആ വിധത്തിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ കുടുംബത്തിലെ 2 പേർക്കും കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മകളുടെ പേര് ചന്ദന. പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ മകൾ ജനിച്ച സമയം മുതൽ, അതായത് കഴിഞ്ഞ 19 വർഷമായിട്ടും ഈ മകൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മെഡിസിൻ കഴിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഈ മകൾ പറയുന്നത് മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും ഈ പ്രോബ്ലം വീണ്ടും ഉണ്ടാകും. എന്നാൽ ഈ മകൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായി നമ്മുടെ ചർച്ചിലേക്ക് വന്നു. ബ്രദർ അങ്ങോട്ട് തന്നെ ഈ മകളോട് ആലോചന പറഞ്ഞു. അന്ന് മുതൽ ശ്വാസം മുട്ടലില്ല, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്ത് പേര് പറഞ്ഞ? ചന്ദന. ചന്ദന. ഓക്കെ, ചന്ദന, സത്യമാണോ ഈ പറഞ്ഞേ? എത്ര നാളായിട്ട് മോൾക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു? കുഞ്ഞിലെ തൊട്ടേ ഉണ്ട്. നിനക്ക് ഓർമ്മിക്കുമ്പോ മോൾക്ക് ശ്വാസം മുട്ടലുണ്ട്? ഉണ്ട്. അന്ന് മുതൽ മരുന്ന് കഴിക്കുക? മരുന്ന് കഴിക്കും, അപ്പോ കുറയും, പിന്നെ വരും. എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 5 മാസമായിട്ട് ഇപ്പൊ ശ്വാസം മുട്ടലില്ല. അതെ, എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്തേ. ഗ്രേറ്റ് വൺ. ഇത് ദൈവത്താലല്ല, ഒന്നും കഴിയത്തില്ലല്ലോ. നമ്മുടെ ചുണയായി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതിനോട്
അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മകൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് തന്നെ ബ്രദർ പറഞ്ഞു ഈ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കർത്താവ് സൗഖ്യമാക്കുവാണെന്ന് പറഞ്ഞു. ചന്ദന, നിനക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നോ? എന്തുവായിരുന്നു പ്രശ്നം? നിവർന്ന് കിടക്കുമ്പോ ബാക്ക് വേദന, ഉറങ്ങാൻ പറ്റൂല, കുറച്ചു നേരം കിടക്കും തിരിഞ്ഞു മറിഞ്ഞു. എന്നാ നിവർന്ന് മോൾക്ക് കിടക്കാൻ, മലർന്ന് കിടക്കാൻ ഒക്കത്തില്ല, ഈ പുറവശം മുട്ടത്തില്ല, അങ്ങനെയാന്നോ? എങ്ങനെയാ പറ, നീ തന്നെ പറ. ഈ വശം മുട്ടത്തില്ല, ബെഡിനോട് ചേരത്തില്ല, വളഞ്ഞിരിക്കും, പറ്റും, തിരിഞ്ഞു മറിഞ്ഞു കറക്റ്റാ കിടക്കാൻ ഒക്കത്തില്ല. ശരിയാണോ അമ്മ ഈ പറയുന്നത്? അന്ന് മുതലേ അമ്മ ഈ മോൾക്ക് ജന്മനാൽ ശ്വാസം മുട്ടലുണ്ട്? വിഴുന്നിട്ടുണ്ട്, കമന്ന് വിഴുന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ശ്വാസം മുട്ടൽ. കമിഴ്ന്ന് വീണ നിമിഷം മുതലേ. ഓക്കെ. 2. അപ്പൊ ഈ മോൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയാ, 6 വർഷത്തോളമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഈ മകൾ കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഈ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 3 വലിയ കാര്യം അല്ലെ? ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് യേശു ചെയ്ത നന്മകൾ. അതിനോടൊപ്പം തന്നെ ഈ മകൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൗണ്ട് കുറഞ്ഞ പനി ഉണ്ടായിരുന്നു. മകള് പറയുന്നത് ചർച്ചിലെ ലീഡേഴ്സിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അന്ന് തന്നെ ആ പ്രയാസം മാറിപ്പോയി, കൗണ്ട് നോർമലിലേക്ക് വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത സാക്ഷ്യം അമ്മയുടെയാണ്. അമ്മയുടെ പേര് ഗീത. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് ഇടത് ഷോൾഡറും ഇടത് സൈഡിലെ ഹിപ്പിലും പ്രയാസമായിരുന്നു, ഒത്തിരി വേദനയായിരുന്നു. അമ്മ പറയുന്നത് അന്ന് തന്നെ ആ വേദന മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വാ, അമ്മ പറഞ്ഞ അമ്മയ്ക്ക് എന്തുവായിരുന്നു പ്രശ്നം? ഇടുപ്പ് വേദനയായിരുന്നു ഈ സൈഡില്, അതുപോലെ ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ വരുമായിരുന്നു. എത്ര നാളായിട്ട്? 5-6 വർഷം വരും. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞത്, അതിനുശേഷം പിന്നെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവം ചെയ്യുന്ന ഉപകാരത്തിന് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. ബ്ലെസ് യു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അളവറ്റ ശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സാക്ഷിയെപ്പറ്റാണ് സിസ്റ്റർ നിൽക്കുന്നത്. കഴിഞ്ഞ സൺഡേ സിസ്റ്ററിന് കഠിനമായ ചെസ്റ്റ് പെയിൻ ആയിരുന്നു. അത് കാരണം മീറ്റിങ്ങിന് വരാൻ സാധിച്ചില്ല. ഓൺലൈൻ മീറ്റിംഗാണ് അറ്റൻഡ് ചെയ്തത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ വേദന നിയന്ത്രിക്കാൻ പറ്റാതായപ്പോഴത്തേക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ECGയിൽ വേരിയേഷൻ കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്തു. പക്ഷേ ആ സമയത്ത് തന്നെ സിസ്റ്റർ ബ്രദറിന് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഹസ്ബൻഡിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സിസ്റ്റർ പറയുന്നു, ബ്രദർ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പാറശാലയിലേക്ക് പോകുന്ന സമയമാണ്, ഒരിക്കലും ആ മീറ്റിംഗ് കാണാനുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ സിസ്റ്റർ പ്രാർത്ഥനയോടെ അത് കാണണമേ എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും കിംസിലെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡ് ഫോണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സമയത്ത് സിസ്റ്റർ പറയുന്നു, ഫോണിലേക്ക് നോക്കിയപ്പോൾ ബ്രദർ അത് കണ്ടിരുന്നു. ആ തിരക്കിനിടയിലും ബ്രദർ അത് കണ്ടിട്ട് ഭയപ്പെടേണ്ട, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞ സമയം മുതൽ തന്നെ സിസ്റ്ററിൻ്റെ ആ ചെസ്റ്റ് പെയിൻ പൂർണ്ണമായി മാറിപ്പോയി. പക്ഷേ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ, ആ ഡോക്ടേഴ്സ് അത് കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ECG എടുത്തു, എക്കോ എടുത്തു. പക്ഷെ അതിലൊന്നിലും ഒരു കുഴപ്പമില്ല. നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഈ ചേച്ചിയുടെ മെസ്സേജ് കണ്ടത് ഓർമ്മിക്കുന്നു. ഞങ്ങൾ ഞാനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അതിനു വേണ്ടി. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. ഒരു സാക്ഷി കൂടെ പറയാനുള്ളത്, സിസ്റ്ററിൻ്റെ മകൻ സൗത്ത് ആഫ്രിക്കയിലാണ്. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം അബോർഷനായി പോയെന്ന് പറയുന്നു. പക്ഷേ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് മകൻ അവിടെ വന്ന മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ സിസ്റ്റർ പറയുന്നത് ഇപ്പോൾ തൻ്റെ മരുമകൾ 5 മാസം ഗർഭിണിയാണെന്നാണ് പറയുന്നത്. സന്തോഷമുള്ള കാര്യമോ? കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു മോളി ആൻറ്റി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാനും കേൾക്കാനും കഴിയുന്നത് നമ്മുടെ ലൈഫിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. നമ്മുടെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഈ സൗഖ്യം അല്ലെങ്കിൽ ഈ സാക്ഷ്യം എന്നോട് ചിലത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ആമേൻ. എന്നോടൊപ്പമായിരിക്കുന്നവർ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു സാന്നിധ്യത്തിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിലുണ്ട്. കണ്ണുകളെ അടയ്ക്കാം. ഏത് സാഹചര്യമാണെങ്കിലും അത് അവൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഈ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഏത് പ്രശ്നമാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളത് ഏൽപ്പിക്കുക കർത്താവേ.
അതിനുള്ള പരിഹാരം എൻ്റെ ദൈവമാണ്. അതിനുള്ള പരിഹാരം എൻ്റെ സ്വർഗം. കർത്താവേ, ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, സ്നേഹത്തിൻ്റെ നിറവ് ചലിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ, സ്നേഹത്തിൻ്റെ നിറവ് ചലിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളത് അനുഭവിക്കട്ടെ അപ്പാ. എൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയെ പ്രതി പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ചലിക്കുന്നത് കാണാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിജനമായൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടായിരിക്കുന്ന അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി തൻ്റെ ഹൃദയം കൊണ്ട് വളരെ ഏകാന്തതയിലായിരിക്കുന്നു. ആരോടും സഹകരിക്കാൻ കഴിയാതെ തൻ്റെ ജീവിതത്തിൽ വന്ന് നഷ്ടങ്ങളെ പ്രതി ഭാരത്തോടെ ആയിരിക്കുന്നത്. കർത്താവേ, ആ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. ആ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ സ്നേഹം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ നിറവ് ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കഴുത്തിൻ്റെ ഒരു സൈഡിൽ ഞരമ്പിന് പ്രയാസമായിട്ട് അത് മെഡിസിൻ നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അല്ലെങ്കിൽ അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. ആ വ്യക്തി ആ ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. എൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.